യുനാനി വൈദ്യശാസ്ത്രത്തിൽ ഇലാജുൽ തദാബീർ അഥവാ റെജിമെന്റൽ തെറാപ്പി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തരം ചികിത്സാ രീതിയാണ് ഇജാമ. നമ്മളെല്ലാവരും ഇജാമയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. പണ്ടുകാലം മുതൽക്കേ ശരീരത്തിലെ പ്രത്യേക ഭാഗങ്ങളിൽ നിന്ന് രക്തം ഊറ്റിയെടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണിത്. പണ്ട് പല മൃഗങ്ങളുടെയും കൊമ്പ് ഉപയോഗിച്ചാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇതിനെ കൊമ്പുവെക്കൽ എന്നും പറയപ്പെടുന്നു. ഇന്നത്തെ കാലത്ത് സ്റ്റെറിൽ ആയിട്ടുള്ള സർജിക്കൽ ബ്ലേഡും കപ്പുകളും ഉപയോഗിച്ച് നിശ്ചിത ഭാഗങ്ങളിൽ നിന്ന് ഒരു സെർട്ടൻ എമൗണ്ടിൽ ബ്ലഡ് എടുക്കുന്ന ട്രീറ്റ്മെന്റ് ആയാണ് നമ്മളത് ചെയ്യുന്നത്. അതായത് കപ്പുകൾ ഉപയോഗിച്ച് ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ സഷൻ ചെയ്തുകൊണ്ട് ബ്ലഡ് എടുക്കുന്നത് വഴി നമുക്ക് പല രോഗങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് തലയിലുണ്ടാകുന്ന മുടികൊഴിച്ചിൽ, മൈഗ്രെയിൻ പോലുള്ള കണ്ടീഷനുകളിലും സ്കിൻ ഡിസീസസ് ആയിട്ടുള്ള എക്സിമ, സോറിയാസിസ്, അമിതമായി വിയർപ്പുണ്ടാകുന്ന പല കണ്ടീഷൻസിലും ഇത് വളരെ ഫലപ്രദമാണ്. ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള കൊളസ്ട്രോൾ, അമിതമായ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ഫാറ്റി ലിവർ, പ്രമേഹം, ബ്ലഡ് ഷുഗർ പോലുള്ളവയ്ക്കും ഇത് വളരെയധികം അനുയോജ്യമാണ്. അതിനോടൊപ്പം തന്നെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാകുന്ന പല അസുഖങ്ങൾ, അതായത് കഴുത്തുവേദന, നടുവേദന, മുട്ടുവേദന പോലുള്ള കണ്ടീഷൻസിലും നമ്മൾ ഇത് ചെയ്യാറുണ്ട്. ആർക്കൊക്കെയാണ് ഇജാമ ചെയ്യാൻ കഴിയുന്നത്? ഒന്നാമതായി ഇജാമ ചെയ്യുമ്പോൾ ആ വ്യക്തി ഇജാമ ചെയ്യാൻ യോഗ്യനാണോ എന്ന് നോക്കണം. അതായത് അദ്ദേഹത്തിന്റെ BP, മെഡിക്കൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ ആരോഗ്യ നിലവാരം എന്നിവ അനുസരിച്ചാണ് നമ്മൾ ഇജാമ ചെയ്യേണ്ടത്. എല്ലാ ആളുകൾക്കും 15 or 20 കപ്പ് വെക്കുക എന്നുള്ളതല്ല. ഓരോ ആളുകളുടെയും അല്ലെങ്കിൽ ഓരോ രോഗിയുടെയും ശാരീരിക നിലവാരം അനുസരിച്ച് അദ്ദേഹത്തിന്റെ കണ്ടീഷൻ നോക്കി നിശ്ചിത കപ്പുകൾ വെക്കുകയാണ് ചെയ്യേണ്ടത്. അതിനും നിശ്ചിത അളവും പോയിന്റുകളും നിർബന്ധമാണ്. അതിനോടൊപ്പം തന്നെ ആർക്കൊക്കെ ഇത് ചെയ്യാൻ പാടില്ല? ചെറിയ കുട്ടികൾക്കും വയസ്സായ മുതിർന്ന ആളുകൾക്കും, അതിനോടൊപ്പം തന്നെ അനീമിയ പോലുള്ള കണ്ടീഷൻസ് ഉള്ളവർ, പ്രഗ്നൻസിയിലായിട്ടുള്ളവർ, അതിനോടൊപ്പം തന്നെ ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾക്ക് ആസ്പിരിൻ പോലുള്ള ബ്ലഡ് തിന്നേഴ്സ് എടുക്കുന്നവർ. ഇജാമ ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെ. അതിനോടൊപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇജാമ ചെയ്യേണ്ടത് ഒരു പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള ഡോക്ടറുടെ കീഴിലായിരിക്കണം. അതുപോലെ തന്നെ സ്റ്റെറിലൈസ്ഡ് കണ്ടീഷൻസിലായിരിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഇജാമയ്ക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.